ഹലോ, കാന്താര പെയിൻറ്റിങ്ങിൻ്റെ താഴെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പെയിൻറ്റിങ് ഓരോ പാർട്ടായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഓൺ വോയിസിൽ ഒരു വീഡിയോ ചെയ്യുമെന്ന്. പെയിൻറ്റിങ്ങിനെ കുറിച്ച് കാര്യമായിട്ട് ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതെൻ്റെ പെയിൻറ്റിങ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണോ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് അതുപോലെ വീഡിയോ ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. മാക്സിമം ഞാൻ റെഫറൻസ് പിക്ക് പോലെ തന്നെ പെയിൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അത് അങ്ങനെ ആക്കുന്നതിന് എൻ്റേതായിട്ടുള്ള പല രീതികളും ഉപയോഗിക്കാറുണ്ട്. ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോസിൽ കാണിക്കാറുണ്ട്. ഇന്ന് അയ്യപ്പ സ്വാമിയെയാണ് വരയ്ക്കുന്നത്. ഇതിൽ കണ്ണും മൂക്കും ചുണ്ടൊന്നും പ്രത്യേകിച്ച് ഡീറ്റെയിൽഡിങ്ങിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ യെല്ലോ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം ബ്രൗൺ വെച്ചിട്ടാണ് ബോർഡറും ഡാർക്ക് ഷെയ്ഡിങ്ങും കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബ്രൗൺ കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത് കുറച്ച് യെല്ലോയും വൈറ്റും കൂടി യൂസ് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യം വരുന്നിടത്ത് ഞാൻ സ്കെച്ച് കളേഴ്സും കളർ പെന്നുകളുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു ചിത്രം വരച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പെയിൻറ്റിങ് നമ്മൾ പ്രത്യേകിച്ച് അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് വരേണ്ടത് കേട്ടോ. നമ്മൾ ഓൺ വോയിസിലൊക്കെ ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ ചാനൽ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഓൺ വോയിസിലുള്ളതിനൊന്നും വ്യൂസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നിർത്തിയത്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഓൺ വോയിസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ഓൺ വോയിസിൽ ചെയ്യാം. പിന്നെ നമ്മൾ അയ്യപ്പ സ്വാമീനെ വരച്ചിട്ടുള്ളത് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.